നമസ്കാരം. നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ പ്രതി 2019 സുധാകരന്റെ ഭാര്യ സജിതയും ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ചെന്താമരയും ഭാര്യയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതിന് പിന്നിൽ സജിതയാണെന്ന് ആരോപിച്ചായിരുന്നു 2019 സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. ഈ കേസിന്റെ വിചാരണ അടുത്ത മാസം തുടങ്ങാനിരിക്കെയാണ് ചെന്താമര സജിതയുടെ ഭർത്താവിനെയും അമ്മായിയമ്മയും കൊലപ്പെടുത്തിയത്. വിചാരണ അടുത്തിരിക്കെ പ്രതിക്ക് ജാമ്യം കിട്ടിയതും ഏവരെയും ഞെട്ടിപ്പിച്ചു. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 2 മാസം മുമ്പ് എങ്ങനെ ജാമ്യം കിട്ടി എന്നതാണ് ഉയർന്ന ചോദ്യം. കേസിൽ ജയിലിലായിരുന്ന ചെന്താമര എന്ന 58-കാരന് കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് ജാമ്യം അനുവദിച്ചത്. നെന്മാറ സ്റ്റേഷൻ പരിധിയിൽ കയറാൻ പാടില്ല എന്ന വ്യവസ്ഥയിലാണ് ജാമ്യം കോടതി അനുവദിച്ചത്. കൊലപാതകം നടന്നത് നെന്മാറ സ്റ്റേഷൻ പരിധിയിലാണ്. കൂടാതെ മുഖ്യ സാക്ഷികൾ താമസിക്കുന്നത് ഇവിടെയാണ്. സാക്ഷികളുടെ ജീവന് ഭീഷണി ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നെന്മാറ സ്റ്റേഷൻ പരിധിയിൽ കയറാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ താൻ ഡ്രൈവറാണെന്നും തനിക്ക് ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും കാട്ടി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി പ്രതി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചു. എന്നാൽ കൊലപാതകം നടന്നത് നെന്മാറ സ്റ്റേഷൻ പരിധിയിലാണെന്നും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നും മുഖ്യ സാക്ഷികൾ താമസിക്കുന്നത് ഇവിടെ ആയതിനാൽ ഇവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്നും കാട്ടി പ്രോസിക്യൂഷൻ വഴി ഇളവ് അനുവദിക്കരുതെന്ന് നെന്മാറ SHO കോടതിയിൽ റിപ്പോർട്ട് നൽകി. എന്നാൽ ഈ റിപ്പോർട്ട് തള്ളി കോടതി പ്രതിയുടെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ജാമ്യ വ്യവസ്ഥയിൽ നൽകിയ ഇളവാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സജിത കൊലക്കേസിൽ കോടതി ജാമ്യം അനുവദിക്കുന്നതിന് മുമ്പ് വരെ ചെന്താമര പക മനസ്സിൽ സൂക്ഷിച്ചു. പുറത്തിറങ്ങിയ ചെന്താമര തങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില പറയുന്നത്. പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും അതെല്ലാം അവഗണിക്കപ്പെട്ടു എന്നതാണ് വസ്തുത. ഇതിനിടെ പ്രതി ചെന്താമരയുടെ വീട്ടിൽ നിന്നും വിഷക്കുപ്പിയും കൊലപാതകത്തിന് ഉപയോഗിച്ചുവെന്ന് കരുതപ്പെടുന്ന വടിവാളും കണ്ടെത്തിയിട്ടുണ്ട്. പാതി ഒഴിഞ്ഞ നിലയിലാണ് വിഷക്കുപ്പി ലഭിച്ചത്. പോലീസ് ചെന്താമരയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിഷക്കുപ്പിയും വടിവാളും കണ്ടെത്തിയത്. വിഷം കഴിച്ച ശേഷം ചെന്താമര കാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. എന്നാൽ ചെന്താമരയെ ഇനി കയ്യിൽ കിട്ടുമോ എന്ന സംശയവും സജീവമാണ്. വിഷം കഴിച്ച് താൻ കാട്ടിനുള്ളിൽ മരിച്ചുവെന്ന പൊതുബോധം സമൂഹത്തിൽ ഉണ്ടാക്കാനാണ് വിഷക്കുപ്പിയിലെ കുബുദ്ധി എന്ന സംശയം ശക്തമാണ്. ഏതായാലും സജിത കേസിലെ വിചാരണയും പ്രതിസന്ധിയിലായി. കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു സജിതയുടേത്. അതേ ആസൂത്രണം തിങ്കളാഴ്ച നടന്ന ഇരട്ട കൊലയിലും ഉണ്ടായിരുന്നു. സജിതയുടെ ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിലെ ജോലി സ്ഥലത്തും മക്കൾ സ്കൂളിലും പോയ സമയത്തായിരുന്നു 2019 സജിതയുടെ കൊലപാതകം. വീട്ടിൽ സജിത തനിച്ചാണെന്ന് മനസ്സിലാക്കിയാണ് ചെന്താമര സജിതയെ വകവരുത്തിയത്. തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്താനായില്ല. അരക്കമലയിലും പരിസര പ്രദേശങ്ങളിലും വനത്തിലുമായി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. കാട്ടിനുള്ളിലെ ഒളിത്താവളം വിട്ട് പുറത്തിറങ്ങുന്നതിനിടയിലായിരുന്നു അന്ന് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത്. വിശപ്പ് സഹിക്കാൻ ചെന്താമരയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഇത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വിശക്കുമ്പോൾ മലയിറങ്ങുമെന്ന തിരിച്ചറിവിലെ നിരീക്ഷണമായിരുന്നു അന്ന് ചെന്താമരയ്ക്ക് വിനയായത്. അങ്ങനെ അന്നകത്തായി. വീണ്ടും കൊല നടത്തി മുങ്ങിയ ചെന്താമരയ്ക്കുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പോത്തുണ്ടി മലയാടിവാര്യത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 സംഘമായിട്ടാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത്. ഡോഗ് സ്ക്വാഡും തിരച്ചിലിനുണ്ട്. അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചു. മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച ശേഷമാണ് പ്രതി കടന്നു കളഞ്ഞത്. തിരുപ്പൂരിലെ ബന്ധുവീട്ടിലേക്ക് പോയിരിക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചെന്താമരയുടെ സഹോദരനെയും കൂട്ടി ആലത്തൂർ പോലീസ് തിരുപ്പൂരിലേക്ക് തിരിച്ചു. പക്ഷേ ചെന്താമര തിരുപ്പൂരിലേക്ക് പോകുമെന്നും ആരും കരുതുന്നില്ല. കൊല നടത്തിയ ശേഷം വിഷം കഴിച്ചെന്ന പൊതുധാരണയുണ്ടാക്കി ചെന്താമര മുങ്ങിയെന്നാണ് നാട്ടുകാർ വിലയിരുത്തുന്നത്. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലെ മീനാക്ഷി മകൻ സുധാകരനെയുമാണ് ചെന്താമര ഇന്ന് വെട്ടിക്കൊന്നത്. രാവിലെ 11 മണിക്കായിരുന്നു സംഭവം. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം.